എന്തിന് പിന്നെ നിങ്ങൾക്ക് ഞാൻ ഗീവ് അവേ തരണം? നീ ഗീവ് അവേ കൊടുത്തതിന് പ്രൂഫ് എവിടെ? ശരിയാണ്, ഞാൻ ഇതുവരെ ഗീവ് അവേൻ്റെ പ്രൂഫ് ഞാൻ കാണിച്ചിട്ടില്ല ആരെയും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ പറയാൻ വരാണ്. ഈ വീഡിയോ നിങ്ങൾ എന്താണെങ്കിലും മസ്റ്റായിട്ട് കാണണം. എൻ്റെ ഒരു ഹമ്പിളായിട്ടുള്ള റിക്വസ്റ്റാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, കുറച്ച് ഇതായിട്ട് എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കമൻസൊക്കെയാണ് കേട്ടോ എല്ലാവരും ഇടുന്നത്. ബട്ട് സ്റ്റിൽ എനിക്ക് അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 90% ഗുഡാണെങ്കിൽ ബാക്കി 10% ബാഡാണ് കാണിക്കുന്നത്. നീ എന്തിനാ ഇത്ര ഗീവ് അവേ ഇടുന്നത്? എനിക്കറിയത്തില്ല. ഞാനും ഗീവ് അവേ ഇടുന്നതിന് ബാക്കിയുള്ളവർക്ക് എന്തിൻ്റെ സോക്കേടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വളരെ ജെന്യുവനായിട്ടുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഞാൻ വളരെ ജെന്യുവനായിട്ട് മാത്രമേ ഇതുവരെ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ജെന്യുവനായിട്ടുള്ള കുട്ടികൾക്കും മീൻസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭയങ്കര എന്താ പറയുക, ഇമോഷണൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. സോ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എന്നെയും കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും. സോ അത് വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ അത് ചെയ്തിരിക്കും. സോ എനിക്കൊരു മെസ്സേജ് വന്നു ഇങ്ങനെ, നീ ഗീവ് അവേ കൊടുത്തതിന് പ്രൂഫ് എവിടെ? നീ ഗീവ് അവേ കുറേ ആൾക്കാർ കൊടുത്തതൊക്കെ എവിടെ? ശരിയാണ്, ഞാൻ ഇതുവരെ ഗീവ് അവേൻ്റെ പ്രൂഫ് ഞാൻ കാണിച്ചിട്ടില്ല ആരെയും. ബട്ട് സ്റ്റിൽ ഞാനിട്ട 2 ഗീവ് അവേക്ക് ഞാനിപ്പം അനൗൺസ് ചെയ്തിട്ടുള്ളൂ. ആ 2 ഗീവ് അവേയും എൻ്റെ കൈകളിൽ എത്തിയിട്ടുണ്ട്. സോ ഞാൻ പ്രൂഫ് ഞാൻ എന്തായാലും കാണിച്ചു തരാം. പിന്നെ ഈ വീഡിയോ കാണുന്ന കുട്ടികൾ, ഞാൻ ഗീവ് അവേ കൊടുത്ത കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പ്ലീസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് പറയുക, വേറെ ഒന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഗീവ് അവേ കിട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം ഈ പറയുന്ന പോലെ എനിക്കും ഡ്യൂട്ടി ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളൊരു വീഡിയോസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യ. എൻ്റെ റെസ്റ്റ് ടൈമിലാണ്, തലവേദന എടുത്തിട്ട് ഒട്ടും വയ്യ. എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. സോ ഞാൻ അപ്പാടെ കുളിച്ചിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടു. ഞാൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. സീരിയസ്ലി ഗൈസ്, ഞാൻ ഒരു രീതിയിലുള്ള എന്താ പറയുക, അൺനെസസറി ആയിട്ട് ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ അറിയാം, ഞാൻ വളരെ ജെന്യുവനായിട്ട് മാത്രമേ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട. എനിക്ക് യാതൊരു നിർബന്ധമില്ല ഇങ്ങനെ ഫേക്ക് കാര്യങ്ങൾ കാണിച്ചിട്ട് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടേണ്ട ഇതൊന്നും എനിക്കില്ല. എനിക്ക് എന്തിൻ്റെ സോക്കടാം? എൻ്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ആവശ്യമൊന്നുമില്ല. എനിക്ക് അവരെ അറിയത്ത് പോലുമില്ല, ആരാന്ന് എനിക്കറിയില്ല, ഒന്നും അറിയില്ല. എന്തിന് പിന്നെ നിങ്ങൾക്ക് ഞാൻ ഗീവ് അവേ തരണം? പറയുന്നത് പോയിൻ്റാണല്ലോ, എന്തിന് നിങ്ങൾക്ക് ഞാൻ ഗീവ് അവേ തരണം? കാരണം എനിക്ക് നിങ്ങളെ അറിയപ്പോയില്ല. പക്ഷേ നിങ്ങൾ തന്ന സപ്പോർട്ടിൻ്റെയും കാര്യങ്ങളും സീരിയസ്ലി വളരെ ഞാൻ ഹാപ്പി ആയിരുന്നു. വളരെ വളരെ ഹാപ്പിയാണ് കേട്ടോ. ഇപ്പോഴും സ്റ്റിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ഇങ്ങനെ കുറച്ച് ചോർത്തവളകളൊക്കെ ഉണ്ട്. ഇവരൊന്നും ശരിക്കും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. സോ എൻ്റെ ഇഷ്ടമാണ് ഞാൻ ആർക്ക് കൊടുക്കണ്ടെന്നുള്ളതല്ലേ. സോ എന്താ പറയുക, എനിക്കിത് പറയണം തോന്നി. എനിക്കറിയില്ല വീഡിയോ ഇട്ട് കഴിയുമ്പോൾ റെസ്പോണ്ട് എന്തുവാന്ന് പോലും എനിക്കറിയത്തില്ല. സീരിയസ്ലി ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് എന്താ പറയുക, അത്രയും ഇഷ്ടപ്പെട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. സോ ഞാൻ ജെന്യുവനായിട്ട് നിൽക്കുമ്പോൾ ആൾക്കാർ പറയണു ജെന്യുവൻ അല്ലെന്ന്. അപ്പം ഞാൻ എന്താ ചെയ്യുക? ഒരു മനുഷ്യനൊരു ക്ഷമയെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത്രയും കഷ്ടപ്പെട്ടാടാ ഞാൻ സത്യമായിട്ടും. എനിക്ക് റെസ്റ്റിംഗ് ടൈമിൽ റെസ്റ്റ് പോലും എടുക്കാണ്ട് കഷ്ടപ്പെട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് എന്താ പറയുക, വീഡിയോസൊക്കെ ചെയ്യുന്നത്. സോ അതാരും മനസ്സിലാക്കുന്നില്ല. അവർ മനസ്സിലാക്കിയില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ വന്ന് പറയാണ്ടിരിക്കുക. സീരിയസ്ലി എനിക്ക് ഭയങ്കര സങ്കടമായ ഒരു കാര്യമാണ്. നമ്മൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചൊന്നും തരണ്ട. പക്ഷേ ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറഞ്ഞാൽ വളരെ മോശമാണ്. സത്യം പറഞ്ഞാൽ സങ്കടം വരുന്നുണ്ട് എനിക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അപ്പം എനിക്ക് എൻ്റെ ജെന്യുവനാലിറ്റി തെളിയിക്കണം എന്നുള്ളത് എൻ്റെ കടമയാണ്. ഞാനിവിടെ എവിടെയെങ്കിലുമൊക്കെ സ്ക്രീൻഷോട്ട് അയച്ചു തരാം, സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം. ഞാൻ ആ കുട്ടികൾക്ക് എന്താ പേയ്മെൻ്റ് അല്ലല്ലോ, ഗീവ് അവേ കൊടുത്തത്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. സീരിയസ്ലി ഞാൻ ഒട്ടും പ്രിപ്പയർ അല്ലാത്തൊരു വീഡിയോ ആണ് ഇത്. ലൈഫിലെന്നല്ല, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ജസ്റ്റ് കോമൺ വീഡിയോ. കാരണം അത്രയും എനിക്ക് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ വായിന്ന് കേൾക്കാനായിട്ടോ? എന്തിനാണ് നിങ്ങൾ പറയും? എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്?
ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത പൈസയ്ക്ക് ഗീവ് അവേ തരുന്നത് അതൊരിക്കലും ഞാൻ വേറൊരു രീതിയിലും, ടു ബി ഹോണസ്റ്റ്, ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഞാൻ പറയും, ഒരിക്കലും ഞാൻ വേറൊരു അൺനെസസറി ആയ രീതിയിൽ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല, ഇനി കാണാൻ പോകുന്നുമില്ല. ഇപ്പോഴും ഞാൻ പറയണത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ലൈവിൽ വരുമ്പം എൻ്റെ കുട്ടികൾ അങ്ങനെ തന്നെ ഞാൻ പറയണത്. സീരിയസ്ലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഇനി ഇങ്ങനത്തെ കമൻറ്റുകളൊന്നും ആരും ഇടാണ്ടിരിക്കട്ടെ. ശരിക്കും എനിക്ക് ഭയങ്കര ഹേർട്ടായിപ്പോയി. കാരണം ഞാൻ വളരെ ജെന്യുവനായിട്ടാണ് നിൽക്കുന്നത്. ഇനിയും ഞാൻ ജെന്യുവനായിട്ട് തന്നെ നിൽക്കുള്ളൂ. സോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ പറയുന്നവർ ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവർക്കും ഹേർട്ടുണ്ട്, അത് പാറയൊന്നും അല്ലെന്ന് കേട്ടോ. സോ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ താങ്ക്സ് കേട്ടോ.